നെൽകൃഷിയിൽ നൂറുമേനി വിളവെടുത്ത് കേരള ആഗ്രോ മിഷനറി കോർപ്പറേഷൻ കർഷക മിത്ര സമിതി എറണാകുളം അത്താണിയിൽ കാംകോയുടെ കീഴിലുള്ള 7 ഏക്കർ പാടശേഖരത്തിലാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. കാംകോയുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നമായ ഇലക്ട്രിക്കൽ റിപ്പർ ഉപയോഗിച്ചായിരുന്നു വിളവെടുപ്പ്. കാർഷികോപകരണ നിർമ്മാണ രംഗത്ത് മാത്രമല്ല കൃഷിയിലും വിജയഗാഥ തീർക്കുകയാണ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കേരള ആഗ്രോ മിഷനറി കോർപ്പറേഷൻ. കാംകോയിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള കർഷക മിത്ര സമിതിയാണ് മണ്ണിൽ പൊന്നു വിളയിച്ചിരിക്കുന്നത്. അത്താണിയിലെ 7.5 ഏക്കർ പാടശേഖരത്തിലെ നെൽകൃഷി പൂർണ്ണ വിജയം. ജോലിയുടെ ഇടവേളയിലാണ് കൃഷി ചെയ്തതെന്ന് കാംകോ കർഷക മിത്ര സമിതി സെക്രട്ടറി എസ് സുമേഷ് പറഞ്ഞു. നമ്മളിപ്പോൾ ഇട്ടത് പുതിയ വിത്ത് എന്ന് പറയുന്നത് വെള്ളപ്പൊന്മണി എന്ന് പറയുന്ന വിത്തിനാണ്. അത് 150 ദിവസമാണ് അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയം. അപ്പം ഞങ്ങളുടെ ഇതിൻ്റെ ഇടവേളകളിൽ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ വരികയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാംകോയുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നമായ ഇലക്ട്രിക്കൽ റീപ്പർ ഉപയോഗിച്ചായിരുന്നു വിളവെടുപ്പ്. കർഷകർക്ക് ലാഭകരവും ഒപ്പം അനായാസമായി പ്രവർത്തിക്കാവുന്ന തരത്തിലുമാണ് ഇലക്ട്രിക് റീപ്പർ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കാംകോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗത്തിലെ ആർ രാജേഷ് പറഞ്ഞു. എല്ലായിടവും നമ്മൾ കാണുന്നത് പെട്രോൾ എഞ്ചിനിലും അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനിലും വർക്ക് ചെയ്യുന്ന റീപ്പേഴ്സ് ആണ്. അതിന് ഒത്തിരി ഓപ്പറേറ്റിംഗ് കോസ്റ്റും ചിലവും കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഈ വരുന്ന ഇലക്ട്രിക്കലാണെങ്കിൽ വളരെയധികം കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ലാഭകരമായിട്ട് ഒരു മണിക്കൂറിൽ 1 രൂപ അല്ലെങ്കിൽ 2 രൂപ കണക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക്കൽ റീപ്പറാണിത്. കാംകോ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജി ഗോപകുമാറാണ് ഇലക്ട്രിക്കൽ റീപ്പർ ഉപയോഗിച്ച് നെല്ല് കൊയ്ത് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തത്. നെടുമ്പാശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ മോളി കുഞ്ഞുമോൻ, ജയാകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് കെ ബിജേഷ്, മറ്റ് കർഷക മിത്ര അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.